ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി പുതിയ രീതിയിലേക്ക് വന്നിരിക്കുന്നു. അവിടെ ഡ്രോൺ ആക്രമണത്തിന്റെ രീതിയിലേക്ക് ബഹ്റൈനിലേക്ക് ആക്രമണം നമ്മൾ കണ്ടു. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് ഇറാന്റെ ഡ്രോൺ ആക്രമണമാണ്. അവിടെ ബഹ്റൈനിലെ ഇറ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലേക്ക് അവിടെ നടന്ന ഒരു ഡ്രോൺ ആക്രമണമാണ്. ആ ആക്രമണത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്താണ്, ആർക്കെങ്കിലും ആളപായമുണ്ടോ, പരിക്കുകളുണ്ടോ എന്നതുൾപ്പെടെ നമുക്ക് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഔദ്യോഗികമായി വന്നാൽ മാത്രമാകും അത് സംബന്ധിച്ചുള്ളൊരു വിവരങ്ങൾ നമുക്ക് നൽകാനാവുക. നമ്മുടെ വാർത്ത തുടരുകയാണ്, ഇടവേള ഇല്ലാതെ ഇന്ന് വാർത്ത തുടരുകയാണ്. നമ്മൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് US പൗരന്മാർക്ക് ബഹ്റൈനിലേക്ക് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് ഒന്ന് കടുപ്പിക്കുകയാണ്. US ഒരു കാരണവശാലും ബഹ്റൈനിലേക്ക് പോകരുത് എന്ന് US പൗരന്മാർക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. US അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു സാഹചര്യം മാറണം എന്നുള്ള അതിയായ ആഗ്രഹം ഗൾഫ് രാജ്യങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളിൽ പലരും ഇതിനോടകം തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറ്റം വേണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് റഷ്യയും ഖത്തറും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഒരു അപ്ഡേറ്റായി വരുന്നത്. ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് ആവശ്യം. അതല്ലാതെ അവിടെ വലിയ തോതിലുള്ള യുദ്ധം നടത്തിയിട്ടോ ഏതെങ്കിലും തരത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവൻ എടുത്തോ അല്ല അവിടെ ഇതിന് പരിഹാരം കാണേണ്ടത് എന്നുള്ളത്. നേരത്തെ ഫ്രാൻസും ഖത്തറുമായിട്ട് നേരത്തെ ചർച്ച നടത്തിയിരുന്നു. സൗദിയും ഖത്തറുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. എന്തായാലും സജീവമായ നയതന്ത്ര നീക്കങ്ങൾ ഒരു വശത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബഹ്റൈനിലെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ബഹ്റൈനിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സിറാജ് ചേരുകയാണ്. സിറാജ്, അവിടെ ഈ ബഹ്റൈനിലെ ഈ ആക്രമണങ്ങളുടെ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ബഹ്റൈനിൽ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വിവിധ സ്ഥലങ്ങളിലായി, പ്രത്യേകിച്ച് ഹൂറയിലെ ഒരു കെട്ടിടത്തിലും മുഹറക്കിലുമാണ് ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ച് റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഉണ്ടായ ആക്രമണം ആളുകളെ ചകിതരാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ആഭ്യന്തര മന്ത്രാലയം തുടർച്ചയായി അറിയിപ്പ് നൽകുന്നത് ആളുകൾ പരിഭ്രാന്തരാകരുതെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണെന്നുമാണ്. ഹൂറയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ അവിടെ സിവിൽ ഡിഫൻസ് സംഘം പെട്ടെന്ന് തന്നെ കുതിച്ചെത്തുകയും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹറക്കിലുണ്ടായ ആക്രമണത്തിലും ആളുകൾക്ക് അപകടമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മരണമോ പരിക്കോ ഒന്നും തന്നെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും സുരക്ഷിതരായി ഇരിക്കണമെന്നും സേഫായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണമെന്നും നിരന്തരമായി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഹേഷ്, ഇവിടെ മറ്റൊരു പ്രത്യേകത സൈറൺ സിസ്റ്റം വളരെ ഫലപ്രദമായി ഗവൺമെന്റ് നടപ്പിലാക്കുന്നു എന്നതാണ്. ആളുകളുടെ മൊബൈലിൽ നിരന്തരമായി മുന്നറിയിപ്പ് എന്നോണം സൈറൺ വരികയും ആളുകൾക്ക്